ഹലോ. ഞാൻ എങ്ങനെ ചെക്കൗട്ട് ചെയ്യുക, എങ്ങനെ ഐറ്റം ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിക്കാനാണ് ഒരു വീഡിയോ ആണിത്. അപ്പോൾ എടുക്കുക, നിങ്ങൾ നോർമലി ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഓൾറെഡി ഐറ്റത്തിന്റെ നമ്പർ അറിയാമെങ്കിൽ ഇൻസേർട്ട് കൊടുക്കുക. പൊതുവെ എനിക്ക് ഐറ്റത്തിന്റെ നമ്പർ ഒരെണ്ണം അറിയാം, അത് 4 എൻ്റർ ചെയ്യാം. ഒന്നെങ്കിൽ എൻ്റർ ചെയ്തിട്ട് അതിന്റെ ക്വാണ്ടിറ്റി മാറ്റുന്നതിന് ഇവിടെ ക്വാണ്ടിറ്റി കൊണ്ടുവന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ മനസ്സിലായില്ലേ? എന്നിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ പോകും. മനസ്സിലായില്ലേ? അല്ല ഒന്നുകൂടെ 4 അടിച്ചാൽ മതി. ഇൻസേർട്ട് അടിച്ചിട്ട് 4 ഒന്നുകൂടെ അടിച്ചു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഒന്നുകൂടെ കൂടുന്നതാണ്. ഇത് കൊണ്ട് നോക്കൂ, ഉണ്ടോ? 3 ക്വാണ്ടിറ്റി ആയി. അല്ലെങ്കിൽ ഒരെണ്ണം അവിടെ കൊടുത്തു കഴിഞ്ഞാൽ 4 ക്വാണ്ടിറ്റി ആയി. കോടി മനസ്സിലായില്ലേ? ഐറ്റം ഐ ഡി സെയിം ഐ ഡി തന്നെ കൊടുക്കുമ്പോൾ ക്വാണ്ടിറ്റി മാറുന്നതാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി പിന്നെ വേറെ എണ്ണം ഐറ്റം എടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ നിൽക്കാം. അപ്പം ഒന്നെങ്കിൽ ലിസ്റ്റിലെ പേരറിയാം, അങ്ങനെ അങ്ങോട്ട് സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഷോ ഓൾ കൊടുത്താൽ മതി. ഷോ ഓൾ കൊടുത്തിട്ട് ഇതിപ്പോൾ ഒരു ഓർഡർ എടുത്ത് സെലക്ട് ചെയ്ത് ഞാൻ ഓക്കെ അടിച്ചു. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് സെയിം സാധനം ഒന്നുകൂടെ എടുത്തു കഴിഞ്ഞ് സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ KTF 8 വീണ്ടില്ല. അതിന്റെ ക്വാണ്ടിറ്റി മാറുന്നതാണ്. ഇതാണത്. ഇത് ഇതുണ്ടോ? ആ സെയിം സാധനം KTF P8 എന്തിനാ വേറെ എന്ത് നോക്കട്ടെ. അത് വേറെ എന്ത് സംഭവമായിട്ടുള്ളോ? സെയിം സാധനം തന്നെയാണ്. നോക്കട്ടെ, അത് എൻ്റർ അടിക്കുമ്പോഴേക്ക് ചിലപ്പോൾ മാറുന്നത്. ഓക്കെ നോക്കട്ടെ. ഓക്കെ, അപ്പൊ അതിന്റെ ഇതും കൂടെ എൻ്റർ അടിച്ചപ്പോൾ അത് കൂടി വന്നു. മനസ്സിലായില്ലേ? അപ്പൊ അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വേറെ ഏതെങ്കിലും ഒരു ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതുകൊണ്ട് ഇപ്പം 5 കൊടുത്തു കേട്ടോ. 5 അതിന്റെ ആ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഓക്കെ, അപ്പൊ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, ദിസ് ഇസ് ദ വേ ഇറ്റ് ഷുഡ് ബി ഡൺ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.